ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നവംബർ 30 നടത്തിയ LGS എക്സാമിലെ മാത്സിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസും കൂടിയും സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം 1, 8, 27, 64, 125. അടുത്ത ടൈം നമുക്ക് കാണണം. അപ്പോൾ അടുത്ത ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് ഈ നമ്പേഴ്സ് കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് കണ്ടിട്ട് എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ട് അല്ലേ? അതായത് 1, 8, 27, 64, 125 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പരിചയമുള്ള നമ്പറുകളാണ്. എന്ന് വെച്ചാൽ 1 എന്ന് പറയുന്നത് ഇവിടെ 1ൻ്റെ ക്യൂബാണ് അല്ലേ? 1ൻ്റെ ക്യൂബാണ് 1 എന്ന് പറയുന്നത് അല്ലേ? 8 കണ്ടിട്ട് എങ്ങനെയാണ്? 2ൻ്റെ ക്യൂബാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. 27 എന്ന് പറയുന്നത് എന്താണ്? 3ൻ്റെ ക്യൂബാണ്. അതുപോലെ തന്നെ 4ൻ്റെ ക്യൂബാണ് 64, 5ൻ്റെ ക്യൂബാണ് 125. അപ്പോൾ നെക്സ്റ്റ് ടേം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? 6ൻ്റെ ക്യൂബായിരിക്കും അല്ലേ? 6ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം, നമ്മൾ 10 വരെയുള്ള മിനിമം 10 നമ്പേഴ്സിൻ്റെ നമ്മൾ ക്യൂബ് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 6ൻ്റെ ക്യൂബ് അറിയാം. എന്താണ് 6ൻ്റെ ക്യൂബ്? 216 ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിട്ടുപോയത് കണ്ടുപിടിക്കുക. 9, 11, 15, -29, 39. അപ്പോൾ വിട്ടുപോയ സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് തന്നെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 9, 11, 15, -29, 39. 9ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 അല്ല? 9ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 11ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 4 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ 15 കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളവിടെ നിൽക്കട്ടെ. 29ഉം 39ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ഡിഫറൻസ് ആണ് അല്ലേ? അതായത് 2 കഴിഞ്ഞിട്ട് 4, 4 കഴിഞ്ഞിട്ട് നമുക്ക് അറിയില്ല, അത് കഴിഞ്ഞിട്ട് 10. അപ്പോൾ 4 കഴിഞ്ഞിട്ട് എത്രയായിരിക്കും? 2 വെച്ച് 2 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോകുന്നത്. അതായത് ഇരട്ടസംഖ്യകളാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും അല്ലേ? 6 കിട്ടുമ്പോൾ 15ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21 ആണ് അല്ലേ? അപ്പോൾ 21ഉം 29ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 8 ആണ് അല്ലേ? അപ്പോൾ 2 കഴിഞ്ഞാൽ 4 കിട്ടി, 4 കഴിഞ്ഞപ്പോൾ 6 കിട്ടി, 6 കഴിഞ്ഞപ്പോൾ 8 കിട്ടി, 8 കഴിഞ്ഞപ്പോൾ 10 കിട്ടി. ആ ഒരു പാറ്റേൺ അതിൽ ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 21 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ബാബു എ എന്ന സ്ഥലത്തു നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി. ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് നമ്മൾ വിചാരിച്ചു. എ എന്ന സ്ഥലത്തു നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കാണ് പോകുന്നത്. കിഴക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 6 കിലോമീറ്റർ. എന്നിട്ട് ബിയിലെത്തി. അപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ് അല്ലേ? എന്നിട്ട് ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ടാണ് തിരിയുന്നത്. ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. എന്നിട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് സിയിലെത്തി. അതിനുശേഷം സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഡിയിലെത്തി. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? ഡിയിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ല. 3 ആണ് ആൻസർ. അതായത് ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെയും ഡിസ്റ്റൻസ് സെയിം ആണ്. ഇവിടെ 3 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത് അല്ലേ? അപ്പോൾ ഡി എ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ചോദ്യം, ഒരു വരിയിൽ 5ൻ്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമത്തെ ആളും പിറകിൽ നിന്ന് 7ാമത്തെ ആളുമാണ്. വരിയിൽ എത്ര പേരുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു വരിയിൽ 5ൻ്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമത്തെ ആളും പുറകിൽ നിന്നാണെങ്കിൽ 7ാമത്തെ ആളും ആണെങ്കിൽ വരിയിലെ ആകെ ആളുകളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ കാണാം?
ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ ആകെ കാണാനായിട്ട് ഈ 11ഉം 7ഉം കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും 1 മൈനസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 11ഉം 7ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. അതിൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 17 ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 2.02 ഹരിക്കണം 202 എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് കാണാം. 2.02 ഹരിക്കണം 202 അല്ലേ. ഇവിടെ ഡെസിമൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെസിമൽ കളയാം. കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് തന്നെ ഡെസിമൽ കളയാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുള്ളതുകൊണ്ട് നമ്മൾ മുകളിലും താഴെയും 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ പോയിന്റ് അങ്ങ് പോകും. താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 202 × 100 അങ്ങനെ തന്നെ 100 എഴുതുകയാണ്. ഇനി 202 ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ 1/100 എന്ന് കിട്ടും. 1/100 എന്ന് പറയുന്നത് എത്രയാണ്, പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വേണം അല്ലേ. അതായത് താഴെ 2 0 ആയതുകൊണ്ട് മുകളിൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വരണം. അപ്പോൾ 0.01 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം x/y = 4:3, y/z = 6:5 ആയാൽ x/z എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ x/y നമുക്കറിയാം. x/y എന്ന് പറയുന്നത് 4:3 നമുക്ക് തന്നിട്ടുണ്ട്. y/z 6:5 ആണെന്ന് തന്നിട്ടുണ്ട്. y/z എന്ന് പറയുന്നത് 6:5 ആണ്. അങ്ങനെയാണെങ്കിൽ x/z ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് എങ്ങനെ ചെയ്യാം, x/y y/z എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x/y/z കിട്ടും. എക്സിൻ്റെ വില എന്ന് പറയുന്നത് 4 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്, 5 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി, ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നിന്ന് ആദ്യം ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് മൊത്തം x/y/z കിട്ടും അല്ലേ. അപ്പോൾ 4 × 6 എന്ന് പറയുമ്പോൾ 24 പിന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ 6 3 18 പിന്നെ ചെയ്യേണ്ടത് 3 × 5 15. അപ്പോൾ ഇത് x/y/z നമുക്ക് കാണേണ്ടത് x/z ആണ്. അപ്പോൾ x/z എന്ന് പറയുന്നത് 24:15. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അടുത്ത ചോദ്യം ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം. അതായത് ഇപ്പോൾ വാച്ചിൽ 12 മണിയാണ്, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്, 60 സെക്കൻഡാണ് അല്ലേ. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 × 60 സെക്കൻഡ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 12 മണിയാണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. 12:15 ആകുന്നതിന് അപ്പോൾ എത്ര മിനിറ്റ് എടുക്കും, 15 മിനിറ്റ് അല്ലേ. 15 മിനിറ്റിൽ എത്ര സെക്കൻഡ് എന്ന് നമുക്ക് കാണണം. അപ്പോൾ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15 × 60 കണ്ടാൽ മതി. = 0.09 900 സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷം മുൻപ് അത് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എത്ര? ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷം മുൻപ് അത് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, മകൻ്റെ പ്രായം എക്സ് ആണെന്ന് എടുത്തു. നമുക്കറിയില്ല എക്സ് ആണ് മകൻ്റെ പ്രായം എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എത്രയായിരിക്കും? അബുവിൻ്റെ പ്രായം ഇപ്പോഴത്തെ മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അബുവിൻ്റെ പ്രായം 4x ആയിരിക്കും അല്ലേ. ഇനി തന്നിരിക്കുന്നത് 4 വർഷം മുമ്പ് അത് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. 4 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ ഇത് എന്തായിട്ട് മാറും, മകൻ്റെ പ്രായം x-4ഉം അബുവിൻ്റെ പ്രായം 4x - 4 ആയിരിക്കും അല്ലേ. 4 കുറയും അല്ലേ. കൂടാതെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, 4 വർഷം മുമ്പ് അത് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാം, അബുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് 4 വർഷം മുൻപ് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങ്, മകൻ്റെ പ്രായം x-4 ആണല്ലോ, അതേ × 7 ചെയ്താൽ പോരെ. മടങ്ങ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ, ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നിന്നും എക്സിൻ്റെ വില നമുക്ക് കാണാമല്ലോ. 4x - 4 = 7x - 28. അപ്പോൾ 4x - 7x 7xൽ നിന്ന് 4x മൈനസ് ചെയ്യുമ്പോൾ 3x =
ആ 28 പുറത്തോട്ട് വരുമ്പോൾ +28 ആവും. 28-ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 24. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 24/3 8 എന്ന ആൻസർ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. എക്സ് എന്തായിട്ടാണ് എടുത്തത്? നമ്മൾ മകൻ്റെ പ്രായമായിട്ടാണ് എക്സ് എടുത്തത് അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അബുവിൻ്റെ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. അബുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ 4x ആണ്. അപ്പോൾ 4 × എക്സിൻ്റെ വില 8 ഇട്ട് കൊടുക്കുന്നു. എന്നാൽ 32. അബുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് 32 ആണെന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 3 ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? ആ ഫിഗറിൽ നമുക്ക് കുറച്ച് സംഖ്യകളും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിലേഷൻ കണ്ടുപിടിച്ചിട്ട് മൂന്നാമത്തെ ഫിഗറിൽ വിട്ടുപോയ ഭാഗത്തെ സംഖ്യ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫിഗർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 8, 4, 3 എന്ന് നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നടുക്ക് 96 തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 96 കിട്ടിയത് എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? വലിയ സംഖ്യയാണ് 96. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 8 × 4 × 3 4 32. 32 × 3 എന്ന് പറയുന്നത് 6, 3 96 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതേ കാര്യം തന്നെയാണോ സെക്കൻഡ് ഫിഗറിലും കിട്ടുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 6 × 4 × 1 അല്ലേ? 6 4 24 24 × 1 24. അപ്പോൾ നമുക്ക് ഷുവറായിട്ട് കാര്യം കിട്ടി. അതായത് എല്ലാ സംഖ്യകളും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നടുക്കത്തെ സംഖ്യ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 72 നമുക്ക് നടുക്ക് തന്നിട്ടുണ്ട്, ബാക്കി 2 സംഖ്യ തന്നിട്ടുള്ളൂ. അപ്പോൾ 72 ആവാനായിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. 8 × 9 9 72 ആണെന്ന് നമുക്കറിയാം അല്ലേ? ആ 72 ആണ് നമുക്ക് നടുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വിട്ടുപോയ സംഖ്യ ഏതായിരിക്കും? ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ വിട്ടുപോയ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ മാത്സ് ഒക്കെ ഈസി ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്